ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ക്രിസ്പി കോൺ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 കോണാണ് എടുത്തത്. ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള കോണാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ലീഫൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒന്നൊന്നായിട്ടൊന്ന് അടർത്തിയെടുക്കണം. കത്തി വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫ്രൈ ചെയ്ത് കിട്ടില്ല കേട്ടോ. കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ അടർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് 2 കോണും ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഒന്ന് സോഫ്റ്റായിട്ട് കോണൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വേവിച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ക്രിസ്പായിട്ട് കിട്ടില്ല. ഇതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിത് ഒന്ന് ഊറ്റി മാറ്റാം. ഇതൊരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം കോണിൽ വെള്ളം ഉണ്ടെങ്കിൽ മാവ് ചിലപ്പോൾ മിക്സ് ആവാനുള്ള സാധ്യതയില്ല. അതുകൂടാതെ പൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ അല്പം ഉപ്പ്, ഒരു 1/2 കപ്പ് കോൺഫ്ലവർ വേണ്ടി വരും. പക്ഷേ ഞാൻ ആദ്യം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാതെ കുറച്ചായിട്ട് മാത്രം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം തന്നെ മുഴുവനും ചേർത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഏകദേശം നമുക്കൊരു 1/2 കപ്പ് വേണ്ടി വരും. ഇതുപോലെ ഞാൻ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് ചേർത്ത് പൊരിച്ചെടുക്കാം. ഒരുമിച്ച് മുഴുവനായിട്ട് ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നൊന്നായിട്ട് കിട്ടില്ല. എന്നിട്ട് ഇതേപോലെ നമുക്ക് മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 സ്പൂൺ ചാറ്റ് മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പകരം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പം ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്രിസ്പി കോൺ ഫ്രൈ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം മല്ലിയിലയോ അല്ലെങ്കിൽ സവാളയോ ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും കോണൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി, നമസ്കാരം.